ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റ് 2, ഈ ഒരു ബ്ലോക്കിലെ യൂണിറ്റ് 2 ആണ്. ബ്ലോക്ക് 3യിലെ വാല്യൂസ് ആണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നോക്കാനുള്ളത്. എന്താണ് ഈ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണേ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കോപ്പറേറ്റീവ് വാല്യൂസ് ആർ ദ ഫണ്ടമെൻ്റൽ മൊറാൽ ബിലീഫ്സ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ദ ഫങ്ഷനിങ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എന്താ പറയണത്? അതായത് ഈ ഒരു കോപ്പറേറ്റീവ് വാല്യൂസ്, അപ്പോൾ ഈ കോപ്പറേറ്റീവ് അവിടെ നിൽക്കട്ടെ, വാല്യൂസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ടാവും. നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്രൂപ്പിനുണ്ട്, ഒരു ഫാമിലി ഉണ്ടാകുമ്പോൾ ഫാമിലിക്ക് ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും വാല്യൂസ് ഉണ്ട്. അപ്പോൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന അവരുടെ ആ ഒരു ഫങ്ഷനിങ്ങിനെ, ആ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെ ഗൈഡ് ചെയ്യുന്ന എന്താ പറയുക, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മൊറാൽ ബിലീഫുകളെയും എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെയുമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ഫണ്ടമെൻ്റൽ മൊറാൽ ബിലീഫ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മൊറാൽ ബിലീഫ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അതാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആക്ട് ആസ് ഇൻവിസിബിൾ ത്രെഡ്സ് ദാറ്റ് ബൈൻഡ് മെമ്പേഴ്സ് ടുഗെദർ, ഷേപ്പിംഗ് ദെയർ ആറ്റിറ്റ്യൂഡ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു ഇൻവിസിബിൾ ത്രെഡായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ബൈൻഡ് ചെയ്യാനും, അവരുടെ ആറ്റിറ്റ്യൂഡുകൾ ഷേപ്പ് ചെയ്യാനും, ഡിസിഷൻസ് ഷേപ്പ് ചെയ്യാനും, അവരുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇൻവിസിബിൾ ത്രെഡായിട്ടാണ് ഇത് വരുന്നത്. Unlike formal laws or rules, these values are not imposed from outside. Rather, they are shared commitments that arise from within the group. അപ്പോൾ നമ്മുടെ ഫോർമൽ ലോസോ അല്ലെങ്കിൽ റൂൾസോ പോലെയല്ല ഈ വാല്യൂസ് എല്ലാം തന്നെ. ദേ ആർ നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മുടെ ഷെയർഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളാണ്. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിനകത്ത് അറൈസ് ചെയ്തിട്ടുള്ള ഷെയർഡ് കമ്മിറ്റ്മെൻറ്റ്സുകളാണ് ഈ ഒരു വാല്യൂസിൻ്റെ പ്രത്യേകത. They give a cooperative its unique identity and define the spirit in which members work together. അപ്പോൾ they give a cooperative, ഒരു കോപ്പറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോപ്പറേറ്റീവ് വാല്യൂസ് അതിനൊരു യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാവാനും, ആ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡിലുള്ള അവരുടെ സ്പിരിറ്റ് ഡിഫൈൻ ചെയ്യാനൊക്കെ ഈ ഒരു വാല്യൂസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ കോപ്പറേറ്റീവ് വാല്യൂസ് എക്സ്പ്ലെയിൻ ദ ട്രൂ പർപ്പസ് ഓഫ് കമ്മിങ് ടുഗെദർ. മെമ്പേഴ്സ് ആർ നോട്ട് യുണൈറ്റഡ് മിയർലി ഫോർ എക്കണോമിക് ഗെയിൻ ബട്ട് ആൾസോ ടു അപ്ഹോൾഡ് ഐഡിയൽസ് സച്ച് ആസ് ഹോണസ്റ്റി, ഫെയർനെസ്, ഈക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. അപ്പോൾ കോപ്പറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഈ വാല്യൂസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ട്രൂ പർപ്പസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് കോപ്പറേറ്റീവ്സിനകത്ത് വാല്യൂസ് ചെയ്യുന്നത്. മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തല്ല, ദേ ആർ നോട്ട് യുണൈറ്റഡ് മിയർലി ഫോർ എക്കണോമിക് ഗെയിൻ. എക്കണോമിക് ഗെയിൻ മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല അവരിവിടെ കൂടിയിട്ടുള്ളത്. അവർക്ക് കുറച്ച് ഐഡിയൽസ് ആയിട്ടുള്ള ഹോണസ്റ്റി, ഫെയർനെസ്, ഈക്വാലിറ്റി, മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കോപ്പറേറ്റീവ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ദീസ് വാല്യൂസ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ട്രസ്റ്റ് എമംഗ് മെമ്പേഴ്സ്, എൻകറേജിങ് ദം ടു ആക്ട് റെസ്പോൺസിബിളി ആൻഡ് എത്തിക്കലി. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നെ നമ്മളുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സും ഒരു ട്രസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനും, നമ്മുടെ ആ ഒരു റെസ്പോൺസിബിളിയും എത്തിക്കലിയും ആക്ട് ചെയ്യാനൊക്കെ അവർ എൻകറേജ് ചെയ്യുന്ന വാല്യൂസാണ് ഇതൊക്കെ വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, വെൻ മെമ്പേഴ്സ് എഗ്രി ടു സെൽ ഗുഡ്സ് അറ്റ് ഫെയർ പ്രൈസസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഇക്വിറ്റബിളി, ദേ ആർ പുട്ടിംഗ് കോപ്പറേറ്റീവ് വാല്യൂസ് ഇൻ ടു പ്രാക്ടീസ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെമ്പേഴ്സ് എന്ത് ചെയ്യുകയാണ്, അവർ ഗുഡ്സ് എല്ലാം ഫെയർ പ്രൈസിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരുടെ കോപ്പറേറ്റീവ് വാല്യൂസ് അവർ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള മറ്റുള്ളവരെ സെൽഫ് ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ ഉള്ളിലുള്ള സോളിഡാരിറ്റി, ജസ്റ്റിസ്, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ഗൈഡ് ചെയ്യുന്ന മൊറാൽ ബിലീഫുകളെയും എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫണ്ടമെൻ്റൽ മൊറാൽ ബിലീഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോർ കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് കോർ കോപ്പറേറ്റീവ് വാല്യൂസ് എന്നുള്ളത് നമുക്ക് നോക്കാം. Co-cooperatives are special organizations that combine business with human values. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ ഹ്യൂമൻ വാല്യൂസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ്സ് ആർ ദ സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ദാറ്റ് കമ്പൈൻ ബിസിനസ് വിത്ത് ഹ്യൂമൻ വാല്യൂസ്. അല്ലെ, ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബിസിനസ് ഉണ്ട്, ഹ്യൂമൻ വാല്യൂസ് ഇല്ലേന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. അപ്പോൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. Their success depends not only on profit but also on strong values and
പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇരിക്കണം. നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷനകത്ത് അവിടുത്തെ മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുക. വാല്യൂസ് ഗീവ് ദ മൊറാൽ ബേസ് വൈൽ പ്രിൻസിപ്പിൾസ് ഷോ ഹൗ ടു അപ്ലൈ ദം ഇൻ പ്രാക്ടീസ്. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു മൊറാൽ ബേസ് ആണ് നമുക്ക് തരുന്നത്. പ്രിൻസിപ്പിൾസ് എങ്ങനെ നമ്മളത് പ്രാക്ടീസിലോട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഷോ ചെയ്യുന്നുണ്ടാവുക. അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, കോപ്പറേറ്റീവ് വാല്യൂസ് ഇൻക്ലൂഡ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പറയണത് എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക? സെൽഫ് ഹെൽപ്പ്, അതേപോലെ തന്നെ സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അഭിപ്രായപ്പെടുന്നത്. ദേ ആൾസോ ഇൻക്ലൂഡ് എത്തിക്കൽ വാല്യൂസ് ലൈക്ക് ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. അതേപോലെ തന്നെ ഇതിനകത്ത് വേരിയസ് ആയിട്ടുള്ള എത്തിക്കൽ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവരോടുള്ള കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ദീസ് വാല്യൂസ് മേക്ക് കോപ്പറേറ്റീവ്സ് പീപ്പിൾ സെൻറ്റേർഡ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നെ നമ്മുടെ കോപ്പറേറ്റീവ്സിനെ പീപ്പിൾ സെൻറ്റേർഡ് ആക്കാനും സോഷ്യലി റെസ്പോൺസിബിൾ ആക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് കോർ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ബിസിനസ്സിനെയും ഹ്യൂമൻ വാല്യൂസിനെയും രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന കോർ കോപ്പറേറ്റീവ് വാല്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. സെൽഫ് ഹെൽപ്പ് ഉണ്ട്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഇത്രയാണ് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള കോർ കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിലെ 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കോർ കോപ്പറേറ്റീവ് വാല്യൂ ഏതാണ്? സെൽഫ് ഹെൽപ്പാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് മീൻസ് മെമ്പേഴ്സ് വർക്ക് ടുഗെദർ ടു സോൾവ് ദെയർ ഓൺ പ്രോബ്ലംസ്. അതായത് സെൽഫ് ഹെൽപ്പാണ്. നമ്മൾ സെൽഫായിട്ട് നമുക്കറിയാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ദേ ഡിപ്പെൻഡ് ഓൺ ദെയർ കളക്റ്റീവ് എഫേർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്പ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമേഴ്സ് ഫോമിങ് എ ഗ്രൂപ്പ് ടു ഇംപ്രൂവ് ഫാമിംഗ് ആൻഡ് ഇൻക്രീസ് ഇൻകം അല്ലേ. അപ്പോൾ അടുത്തടുത്ത് പാഡി ഫീൽഡുള്ള കർഷകരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരൊരു ഗ്രൂപ്പാവും. എന്നിട്ട് അവരവരുടെ ഫാമിംഗ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക, എന്നാലല്ലേ അവരുടെ ഇൻകം കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ടീമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ ടീമിന് എല്ലാവർക്കും ഒരേ ആവശ്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെൽഫ് ഹെൽപ്പ് എന്ന് പറയാം. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. സെൽഫ് റെസ്പോൺസിബിലിറ്റി മീൻസ് എവറി മെമ്പർ മസ്റ്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ്. അതായത് സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ടീമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്തിരിക്കണം? അവർ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവർക്ക് അവരുടെ ആക്ഷൻസിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവരെടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെമ്പേഴ്സ് മെയിൻറ്റെയിനിങ് ഷെയർഡ് ടൂൾസ് ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ ഡിസിഷൻസ്. മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്? ഷെയർഡ് ടൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിഷൻസിനൊരു പാർട്ട് എടുക്കുക. അതായത് അവർ സ്വന്തമായിട്ട് നമുക്ക് വേണം. എല്ലാവരും നമ്മളുടെ എല്ലാ ആക്ഷൻസിനും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാ മെമ്പേഴ്സിനും അവർക്ക് സ്വന്തമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മെമ്പേഴ്സ് മെയിൻറ്റെയിനിങ് ഷെയർഡ് ടൂൾസ് ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ ഡിസിഷൻസ്. അതായത് അവർ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒഴിഞ്ഞു പോയി നിൽക്കാതെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ അഭിപ്രായം പറയാൻ അവർ തയ്യാറാവണം. തേർഡ് വൺ പറയുന്നത് ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെമോക്രസി മീൻസ് ഈച്ച് മെമ്പർ ഹാസ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ് നോ മാറ്റർ ഹൗ മച്ച് മണി ദേ ഇൻവെസ്റ്റഡ്. അതായത് ഇപ്പോൾ നമുക്കറിയാം അവർ എത്ര മണി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും പലയിടത്തും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ്സ് ആവുന്ന സമയത്ത് അങ്ങനെയല്ല. അവിടെ നമ്മൾ എത്ര രൂപ കൊണ്ടുവന്നു എന്നുള്ളതിൽ ഒരു കാര്യമില്ല. നമ്മളിതിന് മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ കൊണ്ടുവന്നു എന്നുള്ളതിൽ നമുക്ക് കാര്യമില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ എന്താ? നമുക്ക് ആ ഒരു നോ മാറ്റർ ഹൗ മച്ച് മണി ദേ ഇൻവെസ്റ്റ്, നമ്മൾ എത്ര മണി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിലല്ല, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക
എന്താ പറയുക, ഞാനിപ്പോൾ കുറേ പൈസ ഞാൻ കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവിടെ വരുന്നത് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ആണ് വരുന്നത്. 1 മെമ്പർ 1 വോട്ടിംഗ് ഡിസിഷൻസ് ആണ്. ഒരു മെമ്പർക്ക് ആൾ എത്ര രൂപ കൊണ്ടുവന്നാലും ആൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള, എന്താ പറയുക, ഒരു വോട്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു വോട്ട് ചെയ്യാനുള്ള ഇത് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഡെമോക്രസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈക്വാലിറ്റീനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈക്വാലിറ്റി മീൻസ് ഓൾ മെമ്പേഴ്സ് ആർ ട്രീറ്റഡ് ഈക്വലി വിത്ത് റെസ്പെക്ട് ആൻഡ് ഫെയർനെസ്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ. യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും, മെമ്പേഴ്സിനെ എല്ലാവരും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കണം. എവറി മെമ്പർ ഇൻ എ ക്രെഡിറ്റ് സൊസൈറ്റി ഹാസ് ഈക്വൽ റൈറ്റ്സ്. എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ് ആണ് വരുന്നത്. അല്ലാതെ നമ്മളെല്ലാവരെയും റെസ്പെക്റ്റോടെയും ഫെയർനെസ്സോടെയും കൂടിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാ ബെനിഫിറ്റുകളും റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്യുന്നതാണ് ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് എല്ലാവരും നമ്മൾ ആ പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെനിഫിറ്റുകളാണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ആൾ ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഒരാളാണ്, പക്ഷേ വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് പാർട്ടിസിപ്പേഷൻ്റെ ബേസിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ വെൽത്തിൻ്റെ ബേസിലല്ല. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സോൾഡിയാരിറ്റി ആണ്. സോൾഡിയാരിറ്റി മീൻസ് യൂണിറ്റി ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് എമംഗ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം, ഒരു യൂണിറ്റിയും അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സോൾഡിയാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെമ്പേഴ്സ് ഹെൽപ്പിംഗ് ഈച്ച് അതർ ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഓർ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ്. ഒരു പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സോൾഡിയാരിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സോൾഡിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിറ്റിയും അതേപോലെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതാണ് സോൾഡിയാരിറ്റി എന്ന് പറയുന്നത്. അത്രയാണ് നമുക്ക് വരുന്ന അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് വാല്യൂസ്, കോപ്പറേറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ കോർ കോപ്പറേറ്റീവ് വാല്യൂസ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്, സെൽഫ് ഹെൽപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സെൽഫ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡെമോക്രസി വരുന്നുണ്ട്, പിന്നെ ഈക്വാലിറ്റി വരുന്നുണ്ട്, ഇക്വിറ്റി വരുന്നുണ്ട്, സോൾഡിയാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്നുള്ളത് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് വാല്യൂസ് ആണ്. നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ആ വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് അപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നത്, അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും അതേപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് വാല്യൂസ് ഷോ ദ ഐഡിയൽസ് ഓർ ബിലീഫ് ഓഫ് കോപ്പറേഷൻ വൈൽ പ്രിൻസിപ്പിൾസ് ഷോ ഹൗ ടു പുട്ട് ദോസ് വാല്യൂസ് ഇൻ ടു ആക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ സെൽഫ് ഹെൽപ്പ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഐഡിയൽസ് അല്ലെങ്കിൽ ബിലീഫുകളാണ്. അപ്പോൾ നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതാണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് നമ്മൾ ആക്ഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു സെൽഫ് ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സെൽഫ് ഹെൽപ്പ് ഉള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാനൊരു ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ഞാൻ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കോർ കോപ്പറേറ്റീവ് വാല്യൂസ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോൾഡിയാരിറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. താങ്ക്